വളരെ സ്വാദിഷ്ടമായ ഒരു കോഴിക്കട്ടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കോഴിക്കട്ട ഉണ്ടാക്കാനായി നമ്മൾ ആദ്യമായി ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1.25 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും ഒഴിക്കുന്നു. ഇനി നമ്മളിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ശർക്കര തിളയ്ക്കുന്നത് വരെയും ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കണം. നമ്മുടെ അരിച്ചു വന്ന ശർക്കര നമ്മൾ ആ പാത്രം ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ച് ഒന്ന് വറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഇത് വറ്റിച്ച് കഴിയുമ്പോഴേക്കും ഇതിലെ ജലാംശമെല്ലാം പോയി അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. ഇപ്പോൾ ഇത് 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2.5 കപ്പ് തേങ്ങ ഇതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നു. ഈ തേങ്ങയിൽ നിന്ന് ഒരു ജലാംശം ഇതിലേക്ക് ഊറി വരും. അപ്പം അത് വറ്റാൻ വേണ്ടി നമ്മളൊരു 2 മിനിറ്റും കൂടെ ഇത് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കുന്നു. ഈ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ 2 മിനിറ്റ് നമുക്ക് നന്നായി ഇളക്കി ഈ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ടിലെ ജലാംശം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചെടുത്തതാണ് ഇത്, അതിട്ടു. ഏലക്കാപ്പൊടി 6 എണ്ണം ചതച്ചത്, അത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ട് ഏതാണ്ട് പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഈ സ്റ്റൗവിലേക്ക് നമ്മൾ 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെക്കുന്നു. ഈ വെള്ളത്തിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ 2.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കോഴിക്കട്ടയ്ക്കായിട്ട്. ഈ 2.5 കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മൾ 2.5 കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിരുന്നല്ലോ, ആ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ഇളക്കിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നമ്മൾ ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ഒന്നുകൂടെ മയത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചെടുത്ത ആ മാവ് കൊണ്ട് നമുക്ക് 16 ബോളുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് നിറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായി നമ്മളൊരു ബോൾ എടുത്ത് നമ്മുടെ പെരുവിരൽ കൊണ്ട് ഈ ബോളിൻ്റെ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കുക. എല്ലാ ഭാഗത്തും ഈക്വലായി മാവ് വരുന്ന രീതിയിലാണ് കുഴി ഉണ്ടാക്കേണ്ടത്, റൗണ്ട് ഷേപ്പിൽ. ഇനി ഈ കുഴിക്കകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ മധുരക്കൂട്ടിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാവെടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് നല്ല രീതിയിൽ ഇത് അടച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള ബോൾസും ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ ഫില്ലിങ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആവി വന്നിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഒന്നൊന്നായി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ എല്ലാ ബോൾസും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കോഴിക്കട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു.